എല്ലാവർക്കും നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 2025 വരെയുള്ള 11 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. 11 കോച്ചുമാരാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഡേവിഡ് ജെയിംസ്, സ്റ്റീവ് കോപ്പൽ, ഇവാൻ വുക്കുമനോവിച്ച് എന്നിവർക്ക് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിക്കാനും റണ്ണേഴ്സ് അപ്പ് ആക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അവർ 3 പേരും യഥാക്രമം 17, 14, 35 മാസങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 8 കോച്ചുമാരുടെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. ഒരാൾക്ക് പോലും ടീമിനെ ISLന്റെ പ്ലേ ഓഫിൽ പോലും എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഈ 8 പേരിൽ 7 പേരും 1 വർഷത്തിൽ താഴെ മാത്രമാണ് ടീമിനൊപ്പം ഉണ്ടായിരുന്നത്. പലരും 3 മുതൽ 6 മാസത്തോളമാണ് KBFCയുടെ കൂടെ ഉണ്ടായിരുന്നത്. എൽക്കോ ഷട്ടോരി മാത്രം 1 വർഷത്തോളം ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോച്ചായ ഡേവിഡ് കാറ്റലയുടെ കലിംഗ സൂപ്പർ കപ്പിലൂടെയുള്ള തുടക്കവും അത്ര മികച്ചതായിരുന്നില്ലല്ലോ. KBFC ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊരു ടീമിൻ്റെയും വിജയത്തിന് കോച്ചിൻ്റെ സ്ഥിരത വളരെ പ്രധാനമാണ്. 2025-26 ഒരു കോച്ചിനെ തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ആവശ്യമായ സമയം കൊടുക്കണം. ടീമിനെ മനസ്സിലാക്കാനും സെറ്റ് ചെയ്യാനും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും. അതിനിടയ്ക്ക് ചില പ്ലെയേഴ്സിനെ കൊണ്ടുവരികയും ചിലരെ ഒഴിവാക്കുകയുമൊക്കെ വേണ്ടിവരും. ടീം സെലക്ഷനിൽ കോച്ചിനുള്ള പങ്ക് വളരെ നിർണായകമാണ്. ബെഞ്ച് സ്ട്രെങ്ത് ഒരുക്കുന്നതിലും അദ്ദേഹത്തിന് സമയം വേണ്ടിവരും. എന്നാലേ നിർണായക ദിവസങ്ങളിൽ, സമയങ്ങളിൽ പ്ലെയർ റൊട്ടേഷൻ ഫലപ്രദമായി ചെയ്യാൻ പറ്റൂ. എല്ലാവരും പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആയതുകൊണ്ട് ആരുടെയും കഴിവിൽ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. ഓരോ കളിക്കാരനെയും ടീമിന് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിലാണ് ഹെഡ് കോച്ചിൻ്റെയും മറ്റു സ്റ്റാഫുകളുടെയും വിജയം. പ്ലെയേഴ്സിൽ അത്യാവശ്യം വേണ്ട 3 ഗുണങ്ങൾ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ടീം സ്പിരിറ്റ്. കളിക്കാർ പലപ്പോഴും സ്വാർത്ഥരാകുന്നത് നാം കാണാറുണ്ട്. കഴിഞ്ഞ സീസണിലെ ചെന്നൈ എവേ മത്സരത്തിൽ 2 വലിയ പ്ലെയേഴ്സ് തമ്മിലുണ്ടായ ഉരസൽ നമ്മൾ കണ്ടതാണല്ലോ. രണ്ടാമതായി ആറ്റിറ്റ്യൂഡ്. ഒരു കളിക്കാരനും ടീമിനേക്കാൾ വലുതല്ല. ചില ദിവസങ്ങളിൽ കുറച്ചു സമയം മാത്രം കളിക്കുകയോ അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരിക്കുകയോ ഒക്കെ വേണ്ടിവരും. ചില കളിക്കാരെ എല്ലാ മാച്ചിലും മുഴുവൻ സമയവും കളിപ്പിക്കുന്നത് ടീമിനൊട്ടും ഗുണകരമല്ല. ഒരു സെൻറ്റർ ബാക്കിന് പലപ്പോഴും ഗോളടിക്കാൻ പറ്റിയെന്നു വരില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഫോർവേഡിനെ കൊണ്ട് ഗോളടിപ്പിക്കാൻ കുറെ കൂടി എളുപ്പമാണ്. മൂന്നാമതായി ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി. ഇത് വളരെ പ്രധാനമാണ്. KBFCയുടെ പല കളികളിലും പിന്നിട്ടു നിൽക്കുമ്പോൾ പോലും എതിർ പെനാൾട്ടി ബോക്സിൻ്റെ അടുത്തുനിന്ന് തങ്ങളുടെ ഹാഫിലേക്ക് മൈനസ് പാസ് കൊടുക്കുന്നത് കാണാം. ഗോളടിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യാതെ കളി എങ്ങനെ ജയിക്കാനാണ്? അവസാന നിമിഷം വരെ പൊരുതാനുള്ള മനസ്സ് പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനായി മാനേജ്മെൻറ്റും കോച്ചുമാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും പ്ലെയേഴ്സും ഒപ്പം ഫാൻസും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയാണെങ്കിൽ വിന്നിംഗ് ഹാബിറ്റ്സ് ടീമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് ടൈറ്റിൽ ജേതാക്കളാകാൻ അടുത്തു തന്നെ സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. Best wishes to KBFC for
25-26 season and ahead. Thank you.